CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനസിക വൈകല്യമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ആത്മീയ ചികിത്സകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചോലമുഖത്ത് മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം സമാപന ദിവസവും വിധി നിർണയത്തിലെ തർക്കങ്ങൾ അവസാനിച്ചില്ല. വലിയ നൃത്ത മത്സരത്തിലെ വിധിന്യായത്തിൽ പ്രതിഷേധിച്ച് മത്സരാർത്ഥികൾ നേരിട്ട് DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള മീഡിയ അവാർഡുകൾ വിതരണം ചെയ്തപ്പോൾ CCN ചാനലിനും അംഗീകാരം. ചാനൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം CCN ചാനലിലെ അർഷാദ് ഐനെല്ലിക്ക്. കലോത്സവ നഗരിയിലെ തിരക്കിനിടയിൽ ശ്രദ്ധേയമായൊരു മാനുഷിക വിഷയം വാർത്തയാക്കിയതിനാണ് അർഷാദിന് അംഗീകാരം ലഭിച്ചത്. LDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പുറപ്പെടുന്ന റാലി AKG റോഡ് പരിസരത്തെ സമ്മേളന വേദിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാനസിക വൈകല്യമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡനത്തിനിരയാക്കിയ ആത്മീയ ചികിത്സകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചോലമുഖത്ത് മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ഇയാളുടെ ക്ലിനിക്കിലാണ് ചികിത്സ നടത്തിയിരുന്നത്. പെരിന്തൽമണ്ണയിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ചികിത്സ നടത്താൻ എത്തുന്നത്. 2024 ഒക്ടോബറിൽ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയാണ് ആദ്യമായി കുട്ടിയെ പെരിന്തൽമണ്ണയിലെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. തുടർ ചികിത്സയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ എത്തിയപ്പോഴാണ് ലൈംഗിക അതിക്രമം ആദ്യം നേരിടുന്നത്. പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിലെ 1ാം നിലയിലെ റൂമിൽ നിന്നും കുട്ടിയെ 2ാം നിലയിലെ അടച്ചിട്ട റൂമിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചതായാണ് പരാതി. തുടർന്ന് 5 തവണ പ്രതിയിൽ നിന്നും ലൈംഗിക അതിക്രമണം നേരിടേണ്ടി വന്നു. ഇക്കാര്യം സ്കൂളിലെ സുഹൃത്തിനോട് കുട്ടി പറയുകയുണ്ടായി. സുഹൃത്ത് സ്കൂളിലെ കൗൺസിലർക്ക് വിവരം കൈമാറി. തുടർന്ന് പാലക്കാട് ചൈൽഡ് ലൈനിൽ വിവരം ലഭിച്ച ശേഷം ഇവരുടെ അറിയിപ്പിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയും നടത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCN പെരിന്തൽമണ്ണ. LDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പുറപ്പെടുന്ന റാലി AKG റോഡ് പരിസരത്തെ സമ്മേളന വേദിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വിവിധ വാദ്യഘോഷങ്ങളോടെ തുടങ്ങിയ റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു.
പൊതുസമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് ഞാൻ വെച്ചു തരാം. രാഹുൽ ഗാന്ധി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ APCC പറഞ്ഞു 100 വീട് ഞങ്ങളുടെ വക. ലീഗ് പറഞ്ഞു 100 വീട് ഞങ്ങളുടെ വക. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് ഞങ്ങളുടെ വക. 30 വീട് വെച്ചു കൊടുക്കുന്നെന്നും പറഞ്ഞ വിദ്വാൻ ഇപ്പോൾ ഒളിവിലാണ്. പിരിച്ച കാശ് വെള്ളത്തിലായി. ഒരാളുടെയും വീടുണ്ടായില്ല. പക്ഷെ സർക്കാർ പ്രഖ്യാപിച്ച 402 വീടുകളുടെ വാർപ്പ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി. രാവും പകലുമില്ലാതെ വീടിന്റെ നിർമ്മാണം നടക്കുകയാണ്. രാത്രിയിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ജനുവരി മാസത്തിൽ എങ്ങനെയാണ് ഒരു നാട് ഏത് ദുരന്തത്തെയും അതിജീവിക്കുക എന്നതിന് ലോകത്തിന്റെ മുമ്പിലുള്ള ഉത്തമമായ മാതൃകയായി ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഈ ജനുവരി മാസത്തിൽ. നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും എങ്ങനെ അതിജീവിക്കും എന്നതിന്റെ ഉദാഹരണമാണ്. ഇപ്പോ കോൺഗ്രസിനെ വിശ്വസിച്ച് 15 ലക്ഷം വാങ്ങിപ്പോയ ആളുകൾ പെരുവഴിയിലായി. അല്ലെങ്കിൽ അവർക്ക് ഈ ടൗൺഷിപ്പിൽ വീട് കിട്ടുമായിരുന്നു. ഇനി അവര് സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് വെക്കണം. കാരണം കോൺഗ്രസ്സുകാർ പറ്റിച്ചിട്ടുണ്ട്. 4,71,442 വീടാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തത് LDF ഗവൺമെന്റ്. പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചു 4,60,000 വീട് പൂർത്തിയാക്കിയെന്ന്. അദ്ദേഹം ചോദിച്ചു 4,60,000 അല്ലേ ഉണ്ടാക്കിയുള്ളൂ എന്നാണ്. കൃത്യം കണക്ക് പറയാൻ ഞാനാണല്ലോ അതിന്റെ മന്ത്രി. 4,71,442 വീട് പൂർത്തിയായി. 1,27,000 വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെർപ്പളശ്ശേരിയിൽ എത്ര? 900 വീടാണ് ചെർപ്പളശ്ശേരി നഗരസഭയിൽ മാത്രം ഉണ്ടാക്കിയെന്ന് ചെയർമാൻ പറയുന്നത്. കേരളത്തിലാകെ പൂർത്തിയായ 4,71,442 നിർമ്മാണം നടക്കുന്ന 1,27,000 ചേർത്താൽ 5,98,000 വീട് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് നിർമ്മിച്ചിട്ടുള്ളത്? 4 ലക്ഷം രൂപയാണ് നമ്മളൊരു വീടിന് കൊടുക്കുന്നത്. കേരളം വീട് വെക്കാൻ ചെലവഴിച്ച തുക 18,885.58 കോടി. കൃത്യം കണക്കാ. ഏതാണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച കാശ് പോലെയല്ല, കൃത്യം കണക്കാണ്. CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അംഗം P കബീർ, INL നേതാവ് T മുഹമ്മദ് അലി, LDF മുനിസിപ്പൽ ചെയർമാൻ KK സൈതലവി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C ജയകൃഷ്ണൻ, M സിജു, P രാമചന്ദ്രൻ, O സുലേഖ, PK സുജിത്ത് എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. ഇഹിയ ഖുറാൻ അക്കാദമി സംഘടിപ്പിക്കുന്ന സൂഫി ഇഷ്ക് ഗായകനും രചയിതാവുമായ മൻസൂർ പുത്തനത്താണിയുടെ 2ാമത് കേരള മഹബ മജ്ലിസ് ഡിസംബർ 21 ഞായറാഴ്ച പുത്തനത്താണിയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 21 തീയതി നമ്മുടെ ഇഷ്കിന്റെ കൂട്ടായ്മയായ ഇഷ്കിന്റെ ലിഞ്ഞത്തോട്ടം എന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രണയിക്കുന്നവരും അതിന്റെ ലോകത്ത് സഞ്ചരിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുന്നവരുമായ ഒരുപാട് പേരുടെ ഇഷ്കിന്റെ ആശയകേന്ദ്രമായി നിലകൊണ്ടിരിക്കുന്ന നമ്മുടെ MMB പബ്ലിക്കേഷൻസിന്റെ ടീമിൽ കഴിഞ്ഞ തവണയാണ് തിരൂർ ടൗൺ ഹാൾ വെച്ച് ആദ്യമായി കേരള മെഹബ മജ്ലിസ് ഇഹിയ ഖുറാനിക് അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നടത്തിയത്. വൈകുന്നേരം 3:30 നടക്കുന്ന പരിപാടി പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത 100ാം വാർഷിക പ്രചാരണ സദസ്സിൽ ഷാഹിദ് തങ്ങൾ കണ്ണാന്തളി ഉദ്ഘാടനം ചെയ്യും. 2ാമത് കേരള മെഹബ മജ്ലിസ് എന്ന പേരിൽ ഈ വരുന്ന ഡിസംബർ 21 പുത്തനത്താണി അതിവിപുലമായി തയ്യാർ ചെയ്ത മനോഹരമായ സദസ്സിൽ ഞായറാഴ്ച കൃത്യം 3:30 മുതൽ തുടങ്ങിയാണ്. ആ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട YMS തങ്ങൾ, അതോടൊപ്പം തന്നെ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഷാഹിദ് ഫസൽ ഷാഹിദ് തങ്ങൾ, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി മുത്തടം, നൗഷാദ് ബാഖവി, ജിലു റഹ്മാനി വാണിന്നൂർ, ബഷീർ ഫൈസി ദേശമംഗലം അടങ്ങുന്ന വലിയൊരു പ്രഭാഷക സംഘവും അതിനുശേഷം നമ്മുടെ വലിയ ഇഷ്ക് മജ്ലിസുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ മൻസൂർ, നജീബ്, മുജീബ്, MLP നൌഫൽ, ഹാഫിൽ അനസുദ്ദീൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം.
കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള മീഡിയ അവാർഡുകൾ വിതരണം ചെയ്തപ്പോൾ CCN ചാനലിനും അംഗീകാരം. ചാനൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം CCN ചാനലിലെ അർഷാദ് ഐനെല്ലിക്ക് ലഭിച്ചു. കലോത്സവ നഗരിയിലെ തിരക്കിനിടയിൽ ശ്രദ്ധേയമായ ഒരു മാനുഷിക വിഷയം വാർത്തയാക്കിയതിനാണ് അർഷാദിന് അംഗീകാരം ലഭിച്ചത്. കലോത്സവ റിപ്പോർട്ടുകൾക്ക് ഏർപ്പെടുത്തിയ മീഡിയ അവാർഡുകൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS ആണ് വിതരണം ചെയ്തത്. അടുത്തത് മികച്ച വീഡിയോ റിപ്പോർട്ടറായിട്ട് അർഷാദ് ഐനെല്ലി CCN ചാനലിൽ നിന്നും കലാമത്സരങ്ങൾക്കിടയിൽ ജീവിത മത്സരത്തിനായി കഷ്ടപ്പെടുന്ന ബീഹാറി കുടുംബത്തിന്റെ നേർചിത്രം പകർത്തിയതിനുള്ള അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നു. അർഷാദ് ഐനെല്ലി CCN ചാനൽ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വേദികളിൽ മാറ്റുരച്ച കലോത്സവ നഗരിയിലെ മത്സരങ്ങൾക്കിടയിൽ വേദിക്ക് പുറത്ത് ഒരു ബീഹാറി കുടുംബം ജീവിക്കാനായി നടത്തുന്ന അതിജീവന ശ്രമത്തെക്കുറിച്ചാണ് അർഷാദ് ഹൃദയസ്പർശിയായ വാർത്ത നൽകിയത്. മത്സരങ്ങൾക്കിടയിലെ ജീവിത മത്സരത്തെ ഒപ്പിയെടുത്ത ഈ റിപ്പോർട്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. കേരള സൂപ്പർ പ്രോഗ്രാം സൂപ്പർ. ധർമ്മേന്ദ്രന് 4 മക്കളുണ്ട്. 2 പേർ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ. അവരും അച്ഛനെയും അമ്മയെയും കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ട്. ഓരോ വേദികൾക്കരികിലുമെത്തി ഇവർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് കാണാം. വിറ്റുപോകുന്ന ബലൂണുകളുടെ സന്തോഷം ഉയരുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയ വിങ്ങലുണരുന്നത് മുഖത്ത് തെളിയുന്നുണ്ട്. എന്നാൽ ഇത്രയും വലിയ കലയുടെ ഉത്സവം കാണാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം ആ വിങ്ങലുകളെയെല്ലാം മായ്ക്കുന്നുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ കലാപൂരം ആസ്വദിച്ച് ബലൂണുകൾ വിറ്റൊഴിക്കുന്ന ധർമ്മേന്ദ്രൻ പറയുന്നു, കേരളം അച്ചാഹെ, കലോത്സവം ബഹൂത്ത് അച്ചാഹെ. കലയും ജീവിതവും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ചകളുടെ വേദികൾ കൂടിയാണ് എല്ലാ കലോത്സവങ്ങളും. ചിലർ മത്സരിക്കുന്നത് ജീവിതത്തിലാണ്, മറ്റു ചിലർ വേദിയിലും. അർഷാദ് ഐനെല്ലി, CCN ന്യൂസ്, പാലക്കാട്. പത്ര റിപ്പോർട്ടിംഗിൽ മലയാള മനോരമയിലെ മണികണ്ഠനും സുപ്രഭാതം പത്രത്തിലെ ജ്യോതിഷ് പുത്തൻസ് മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരവും നേടി. CCN പാലക്കാട്. നാടൻ പാട്ടിനീണത്തിൽ മണ്ണാർക്കാടൻ തനിമ കല്ലടിക്കോടിന്റെ ഹൃദയം തൊട്ടുണർത്തി. JHSS കൊല്ലങ്കോടിന്റെ നാടൻ പാട്ട് ഇനി സംസ്ഥാന വേദിയിൽ.
എത്രാമത്തെ തവണയാണത്? രണ്ടാമത്തെ തവണ നാടൻ പാട്ടില്. അതുകൊണ്ട് അധ്യാപകനെ നിങ്ങളെ പഠിപ്പിച്ച മണ്ണാർക്കാട്ടുകാരനാണല്ലേ? അതെ, മണ്ണാർക്കാട്ടുകാരനാണ്, ഭീമനാട്ടുകാരനാണ്. ഭീമനാട്ടുകാരനാണ്. കൊല്ലംകോടിന്റെ കഥ പറഞ്ഞൊരു നാടൻ പാട്ട്. കൊല്ലംകോടല്ല, കല്ലടിക്കോടിന്റെ കഥ പറഞ്ഞു. അതെ അതെ അതെ, പാട്ടാണ്. 3 വർഷമായിട്ട് അടുപ്പിച്ചിട്ട് നമ്മളാണ് ഹയർ സെക്കൻഡറി പോകുന്നത്. സന്തോഷം. ഇവര് 2 വർഷമായി അടുപ്പിച്ച് പോകുന്നു. രാജാസ് സ്കൂളാണ്. ഇത്രയും സപ്പോർട്ടായിട്ടുള്ള പ്രിൻസിപ്പാള്, പാട്ട് നമ്മളിപ്പോ 2 ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്. സബ്ജിലേക്ക് പാട്ട് വേറെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ 2 ദിവസം കൊണ്ട് മാറ്റിയെടുത്തതാണ്. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പകർന്നിട്ടിട്ടുള്ള പാട്ടാണ്. എന്തായാലും കല്ലടിക്കോടിന്റെ ഒരു കഥ പറഞ്ഞൊരു പാട്ടായിരുന്നു. കല്ലടിക്കോട് മലബാരം ദൈവത്തെ കുറിച്ച് പറഞ്ഞൊരു പാട്ടായിരുന്നു. CCN പാലക്കാട്. ആലത്തൂരിൽ നടക്കുന്ന 64ാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പണിയനൃത്തത്തിൽ 1ാം സ്ഥാനം നേടി GHSS കണ്ണാടി സ്കൂൾ. ഗോത്രകലയായ പണിയനൃത്തത്തിൽ ഇത് 2ാം തവണയാണ് കണ്ണാടി സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കലോത്സവ വേദിയിൽ കാഴ്ചവെച്ചത്. അധ്യാപകരുടെയും പരിശീലകരുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഞങ്ങളെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടി. പണിയെടുത്തം ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഞങ്ങള് ക്ലാസ്സൊക്കെ എക്സ്ട്രാ സമയത്തൊക്കെ ഇറങ്ങുക. അപ്പോൾ ഇതിൽ കുറെ ടീച്ചേഴ്സ്, പാരന്റ്സ് എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലിസ്റ്റ് ടീച്ചർ, അങ്ങനെ കുറെ ടീച്ചേഴ്സിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഉദയൻ, അനിൽ, പ്രസാദ് എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് പണിയനൃത്തത്തിൽ പരിശീലനം നൽകിയത്. തങ്ങൾ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പരിശീലകർ പറഞ്ഞു. ഇവര് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇവര്. അപ്പോൾ ഞങ്ങൾ വന്നതിന്റെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഞങ്ങൾ വരുത്തിയിട്ടുള്ളൂ. ബാക്കി ഇവരുടെ ഒരു എഫക്റ്റാണ്, ഇവരുടെ ഒരു നല്ലൊരു ഇതാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. ഇവരുടെ എഫക്റ്റുകൾ കൊണ്ട് മാത്രമായിട്ട് ഞങ്ങളൊരു 5 മാസത്തോളം ഞങ്ങൾ വന്ന് ട്രെയിനേഴ്സായിട്ട് വന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇവരെ പ്രാക്ടീസ് ചെയ്തെടുപ്പിച്ചത്. ഞങ്ങൾ സംസ്ഥാന കലോത്സവത്തിലും മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് വിജയികളായ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും. വളരെ സന്തോഷം, അഭിമാന നിമിഷം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേറ്റ് വരെ എത്തിയതിൽ വളരെയധികം സന്തോഷം. ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ HM ലിസ്റ്റ് ടീച്ചർ, അതുപോലെ ഞങ്ങളുടെ കലോത്സവം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നീന ടീച്ചർ, ആശ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ എല്ലാ അധ്യാപകരും, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ അനിൽ സാറിനെയും പ്രസാദ് സാറിനെയാണ്. ഇത്രയും നല്ല ട്രെയിനേഴ്സിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങളുടെ കുട്ടികൾ വളരെയേറെ നല്ല മിടുക്കരായിട്ട് ഇനി വരട്ടെ, സ്റ്റേറ്റിൽ 1ാം സ്ഥാനം വാങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CCN പാലക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം സമാപന ദിവസവും വിധി നിർണയത്തിലെ തർക്കങ്ങൾ അവസാനിച്ചില്ല. പളിയനൃത്ത മത്സരത്തിലെ വിധിന്യായത്തിൽ പ്രതിഷേധിച്ച് മത്സരാർത്ഥികൾ നേരിട്ട് DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം ആരാ ജയിക്കാന്ന്. കാരണം ഇതിന്റെ പുറകിലുള്ള ആൾക്കാർക്ക് അറിയാം. കാരണം പ്രമുഖനായ ഒരു ട്യൂട്ടർ ഉണ്ട്, ഇതിനെ പഠിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീം മാത്രമേ ജയിക്കുള്ളൂ. അത് 5ഓളം ജില്ലകളിൽ ഇതേ ജഡ്ജസ് പാനലിൽ ഇരുന്ന 5ഓളം ജില്ലകളിൽ അവരെ ട്യൂട്ടർ തന്നെ ജയിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു വളരെയധികം ഒരു രോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം പക്ഷേ ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യല്ല. ഞങ്ങൾ കൊട്ടിയിട്ട് കൈ പോയിരിക്കുകയാണിത്. പാടിയിട്ട് ചില ആൾക്കാർക്ക് ബ്രീത്തിങ് ട്രബിൾ വന്നിട്ടുണ്ട്.
പിന്നെ ഇവന്റെ ഷോൾഡർ നല്ല ഇഞ്ചുറി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവൻ കടന്ന് കൊട്ടിയത്, കുറുമി കയറാൻ സംഭവം. അപ്പൊ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട്, പിന്നെ അനാമിക പറഞ്ഞ കുട്ടി, അവൾക്ക് മസിലടക്കം വളരെയധികം ഒരു ചെറിയൊരു ടീറൊക്കെ വന്നിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ നിലയ്ക്കെത്തിയത്. എന്നിട്ട് ഈ കലോത്സവത്തിനെ വ്യാപാരമാക്കുന്ന ചില ട്യൂട്ടർമാരുണ്ടല്ലോ, അവരുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പിന്താങ്ങിയിട്ട് കുറച്ച് ജഡ്ജസ് നിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ സാറേ ഈ കുട്ടികൾ ഈ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരിക, ഈ കലോത്സവം കളിക്കുക, അവരുടെ സ്വപ്നം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് പറയും സാറേ. മത്സരാർത്ഥികൾ DDE ഓഫീസിന് മുൻപിൽ പ്രതിഷേധ നൃത്തം ചവിട്ടി. വിധിന്യായത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയത്. പിന്നെ ഫസ്റ്റ് അടിച്ച ടീമിനെ കാണാനേ ഇല്ല. റിസൾട്ട് പറയുമ്പോൾ ഫസ്റ്റ് അടിച്ച ടീം കാണാറില്ല. സാധാരണയൊക്കെ ഞങ്ങളൊക്കെ ഇത്ര എഫേർട്ട് ഇട്ട് കളിച്ച് റിസൾട്ട് വരാൻ ഞങ്ങൾ നല്ല കട്ട വെയിറ്റിംഗിലായിരിക്കും. ഇവരെന്താ അറിയില്ല, റിസൾട്ടൊക്കെ നേരത്തെ ഇവരെ ചെവിയിലെത്തിയ മാതിരിയാണ്, ഇവരെ അങ്ങനെ പോയി മഷിട്ട് നോക്കി കാണാനില്ല. എവിടെ സാറേ ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ ഒരിക്കലും അവരുടെ കളിയും ഞങ്ങളുടെ കളിയും തമ്മിൽ കമ്പയർ ചെയ്യല്ല. എന്നാലും അവിടെയുള്ള കാണികളും കണ്ട ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വീഴ്ച. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ എഫേർട്ട് ഇത്ര ഇട്ടു, ഞങ്ങൾ അതിട്ടു, എന്നിട്ട് കിട്ടിയില്ല എന്നുള്ള നല്ല കാര്യമല്ല പറയുന്നത്. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എവിടെ നോക്കുകയാണെങ്കിലും, മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും എല്ലാ ജില്ലകളിലും അതിൻ്റെതായ കുറേ ജഡ്ജസ്, അവരുടെ പിന്നാലെ പ്രവർത്തിക്കുന്ന കുറേ കലോത്സവത്തെ വ്യാപാരമാക്കുന്ന ചില ട്യൂട്ടർമാർ, ഞാൻ ഒരു പേര് ആരുടെയും എടുത്തു പറയുന്നില്ല, പല വിഭാഗങ്ങളും, മോണാക്ട് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓരോന്നിലും അതിൻ്റെതായ പ്രമുഖ ട്യൂട്ടർമാര് അവര് പൈസ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നാലെ നടക്കുന്നുണ്ട്. ജഡ്ജസ് അത് താങ്ങിയിട്ടിരിക്കുന്നുണ്ട് സാറേ. പിന്നെ എന്തിനാണ് ഈ കുട്ടികളുടെ കലോത്സവം പറഞ്ഞ് നടത്തുന്നത്? ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം മത്സരഫലത്തെ ചൊല്ലിയും രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. ഇതെല്ലാ വർഷവും പാലക്കാട് നടക്കുന്നതാണ്. കാടിക്ക് കയ്യും കൊടുത്തിരിക്കാമല്ലോ. പിന്നെ ഇതിനും ഭേദം വേറെ കളിക്കാൻ ഒരു ഉളുപ്പില്ലാത്ത നാട്. കലോത്സവ വേദിയിൽ നടന്ന വാക്കേറ്റം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടാണ് പ്രശ്നം ശാന്തമാക്കിയത്. കുട്ടിക്ക് മാത്രം ഹയർ സെക്കൻഡറി വിഭാഗം. കലോത്സവത്തിന്റെ പല ഘട്ടങ്ങളിലും വിധികർത്താക്കൾക്കെതിരെ പരാതികൾ ഉയർന്നു. CCN പാലക്കാട്. ചെർപ്പുളശ്ശേരി നിരപ്പറമ്പ് സ്വദേശിയും കോൺട്രാക്ടറുമായ കോന്തത്തൊടി അബ്ദുറഹ്മാൻ വാഹനാപകടത്തിൽ മരിച്ചു. 56 വയസ്സായിരുന്നു. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് കാർ മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ വഴിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുറഹ്മാനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നബീസയാണ് ഭാര്യ. ഷെഫീഖ്, ഷഫീദ എന്നിവർ മക്കളാണ്. CCN ചെർപ്പുളശ്ശേരി. ലോക ഭിന്നശേഷി ദിനത്തിൽ തിരുവിഴാങ്കുന്ന് CPIUP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭിന്നശേഷി കുട്ടികളെ ചേർത്തി പിടിച്ചുകൊണ്ട് മാതൃകയായി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക അസംബ്ലി തയ്യാറാക്കിയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത്. അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വൈകുന്നേരം ഭിന്നശേഷി സൗഹൃദ വേദിക്കു വേണ്ടി പോസ്റ്റർ നിർമ്മാണം സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി. ഭിന്നശേഷി കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ മറ്റു വിദ്യാർത്ഥികൾ ചിത്രങ്ങളിലൂടെ വരച്ചുകാട്ടി. പ്രധാന അധ്യാപകൻ ശ്രീവത്സൻ ഭിന്നശേഷി ദിനത്തിന്റെ പ്രാധാന്യം, കുട്ടികളുടെ പോരായ്മകൾ, അവരെ എങ്ങനെ ചേർത്തു പിടിക്കണം എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പോസ്റ്റർ നിർമ്മാണത്തിന് സ്കൗട്ട് അധ്യാപകനായ ജയചന്ദ്രൻ ചെത്തല്ലൂർ നേതൃത്വം നൽകി. മറ്റു പരിപാടികൾക്ക് BRCയിലെ സൗമ്യ,
കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനസിക വൈകല്യമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ആത്മീയ ചികിത്സകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചോലമുഖത്ത് മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം സമാപന ദിവസവും വിധി നിർണയത്തിലെ തർക്കങ്ങൾ അവസാനിച്ചില്ല. വലിയ നൃത്ത മത്സരത്തിലെ വിധിന്യായത്തിൽ പ്രതിഷേധിച്ച് മത്സരാർത്ഥികൾ നേരിട്ട് DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള മീഡിയ അവാർഡുകൾ വിതരണം ചെയ്തപ്പോൾ CCN ചാനലിനും അംഗീകാരം. ചാനൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം CCN ചാനലിലെ അർഷാദ് ഐനെല്ലിക്ക്. കലോത്സവ നഗരിയിലെ തിരക്കിനിടയിൽ ശ്രദ്ധേയമായൊരു മാനുഷിക വിഷയം വാർത്തയാക്കിയതിനാണ് അർഷാദിന് അംഗീകാരം ലഭിച്ചത്. LDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി. പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പുറപ്പെടുന്ന റാലി AKG റോഡ് പരിസരത്തെ സമ്മേളന വേദിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.